പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ആരെയും ആകർഷിക്കുന്ന ഹൃദ്യമായ ഒരു രംഗമാണ് യേശു സമരിയാക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുന്നതും അവളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതുമായ രംഗം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. യോഹന്നാൻ പറയുകയാണ്, യൂദയ വിട്ട് യേശു വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. എന്തിനാണ് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നതെന്ന് അവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ തുടർന്നുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കേവർക്കും വ്യക്തമാകും, അത് സമരിയാക്കാരി സ്ത്രീയെ ആശ്വസിപ്പിക്കാനും സുഖപ്പെടുത്താനും മോചിപ്പിക്കാനും വേണ്ടിയായിരുന്നുവെന്ന്. തുടർന്ന് 6-ാം വാക്യത്തിൽ വായിക്കുകയാണ്, യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു. ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു എന്ന് 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ യേശുവാകട്ടെ അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് പകരം യാത്ര ചെയ്ത ക്ഷീണത്തോടെ ആ കിണറിൻ്റെ കരയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് സമരിയാക്കാരി അവിടെ കടന്നു വരുന്നത്. അവളെ കണ്ട ഉടനെ ഈശോ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് കുടിക്കാൻ തരിക. തുടർന്ന് സുവിശേഷം വായിക്കുമ്പോൾ യേശു ഒരിക്കലും അവളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അപ്പോൾ എനിക്ക് കുടിക്കാൻ തരിക എന്ന ആ ചോദ്യം അവളുമായി ഒരു സംസർഗത്തിനുള്ള തുടക്കം കുറിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമാണ്. രക്ഷയിലേക്ക് അവളെ നയിക്കുവാൻ യേശു മുൻകൈ എടുക്കുകയാണ്. എനിക്ക് കുടിക്കാൻ തരിക എന്ന് ചോദിച്ച യേശുവിനോട് അവൾ 2 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്ന്, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് എന്തിനാണ് കുടിക്കാൻ ചോദിക്കുന്നത്? സമരിയാക്കാരും യഹൂദനും തമ്മിൽ സമ്പർക്കമൊന്നുമില്ല, അതാണ് കാരണം. അതിന് ഈശോ കൊടുത്ത മറുപടി, ദൈവത്തിൻ്റെ ദാനമെന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. എനിക്ക് കുടിക്കാൻ തരിക എന്ന് ഈശോ അവളോട് ചോദിച്ചതിൻ്റെ അർത്ഥത്തിലേക്ക് അവളെ കൊണ്ടുവരികയാണ്. ആ സ്ത്രീ ഒരു പ്രതീകമാണ്. ആത്മസംതൃപ്തിക്ക് വേണ്ടി, യഥാർത്ഥമായ സന്തോഷത്തിന് വേണ്ടി അലയുന്നവരുടെ എല്ലാം പ്രതിനിധി. തുടർന്ന് നമ്മൾ കാണുകയാണ്, യേശു തന്നെ പറയുന്നു, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ അവളുടെ ഭർത്താവല്ല. 4-ാം അധ്യായം 18-ാം വാക്യത്തിലാണത്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവല്ല.
ഇതിൽ നിന്ന് ആ സ്ത്രീയുടെ ആത്മസ്ഥിതി എന്താണെന്ന് വ്യക്തമാണ്. അവളെ ഒരു മഹാപാപിയായിട്ടല്ല യേശു ഇപ്പോൾ കാണുന്നത്, മറിച്ച് സംതൃപ്തിക്കും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി തെറ്റായ ഉറവിടങ്ങളിൽ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയായിട്ടാണ്. ഈ വ്യക്തിക്ക് ഒരു പേര് സുവിശേഷം കൊടുത്തിട്ടില്ല. സമരിയാക്കാരി സ്ത്രീ എന്ന് മാത്രമാണ്, സമരിയാക്കാരി എന്ന് മാത്രമാണ് അവൾക്ക് പേരിട്ടിരിക്കുന്നത്. അവൾ പ്രതീക്ഷിച്ചിരുന്നത് മനുഷ്യ സ്നേഹത്തിലൂടെ അവൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുമെന്നാണ്. എന്നാൽ 5 ഭർത്താക്കന്മാരുടെ ജീവിച്ചിട്ടും അവൾക്കത് ലഭ്യമായില്ല. ഇപ്പോൾ ഭർത്താവല്ലാത്ത ഒരാളുടെ കൂടെ ജീവിച്ചിട്ടും അവൾ അസംതൃപ്തയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈശോ അവളോട് പറയുന്നത്, നീ കുടിക്കുന്ന ഈ വെള്ളം കുടിക്കുന്ന ആർക്കും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, സമരിയാക്കാരി സ്ത്രീയുടെ ആത്മാവിൻ്റെ ദാഹം, അവൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അന്തർദാഹം ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈശോ ആ സത്യത്തിലേക്ക് പതുക്കെ 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 അവളെ നയിക്കുകയാണ്. അവസാനം യേശുവിൽ നിന്ന് ആ യഥാർത്ഥമായ ദൈവസ്നേഹം അവൾ അനുഭവിച്ചു. അതോടെ അവളുടെ ജീവിതം മുഴുവനും മാറി. അവളിപ്പോൾ ആരുടെ കൂടെ ജീവിക്കുന്നോ ആ വ്യക്തിയുടെ അടുത്തേക്ക് അവൾ പോകുന്നില്ല. പകരം അവൾ യേശുവിൻ്റെ രക്ഷയുടെ സുവിശേഷത്തിൻ്റെ പ്രചാരികയായി മാറുകയാണ്. അവൾ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവൻ തന്നെയല്ലേ ക്രിസ്തു. ആന്തരിക സൗഖ്യത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സമരിയാക്കാരി സ്ത്രീക്ക് ലഭിച്ച സൗഖ്യം. നമ്മൾ ഓരോരുത്തരും സ്നേഹത്തിന് വേണ്ടിയും അംഗീകാരത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കാൻ വേണ്ടിയും ആഗ്രഹിക്കുന്നവരാണ്. കുറേയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അവയ്ക്കൊരിക്കലും നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹം സാധിക്കാൻ കഴിവില്ല. യേശു ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടുന്നത് വരെ, അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാം തിരിയുന്നത് വരെ നമ്മുടെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. 5-ാം നൂറ്റാണ്ടിൽ തന്നെ വിശുദ്ധ അഗസ്റ്റിൻ ഇക്കാര്യം പഠിപ്പിക്കുന്നുണ്ട്. 30 വയസ്സ് വരെ ലോകത്തിൻ്റെ സന്തോഷങ്ങളുടെ മട്ട് വരെ കുടിച്ചു തീർക്കാൻ അവസരം കിട്ടിയ ആളാണ് അഗസ്റ്റിൻ. വ്യർത്ഥ സന്തോഷങ്ങളിലും പാപകരമായ ആനന്ദങ്ങളിലും മുഴുകാവുന്നതിൻ്റെ പരമാവധി മുഴുകി സന്തോഷിക്കാനും ഉല്ലസിക്കാനും പരിശ്രമിച്ച അഗസ്റ്റിൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ദൈവമേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞങ്ങളുടെ ആത്മാക്കൾ അസ്വസ്ഥമായിരിക്കും. ആന്തരിക സൗഖ്യത്തെ പറ്റിയുള്ള അറിവ് ധ്യാനങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും ഇന്നുണ്ട്. എന്താണ് യഥാർത്ഥമായ ആന്തരിക സൗഖ്യം? സ്നേഹിക്കപ്പെടാതെ പോയതിൻ്റെ
നൂറ് ദുഃഖങ്ങളും വേദനകളും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ആഴങ്ങളിൽ കിടപ്പുണ്ട്. അവ നമ്മുടെ ജീവിതത്തെ നാം പോലും ആഗ്രഹിക്കാത്ത ദുഷ്പ്രവർത്തികളിലേക്ക് നയിക്കും. പൗലോസ് അപ്പോസ്തലൻ പോലും അത് ഏറ്റു പറയുന്നുണ്ട്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കുന്നുമില്ല. തുടർന്ന് പൗലോസ് ആ സ്ഥിതിയുടെ ഗൗരവം വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ ദുർഭഗനായ മനുഷ്യൻ. ഈ അവസ്ഥയിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും? അടുത്ത വാക്യത്തിൽ പൗലോസ് തന്നെ അതിന് ഉത്തരം തരുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി. യേശു ക്രിസ്തു വഴിയാണ് നമ്മുടെ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തുന്ന സന്തോഷത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുക. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും മുഖേന ദൈവസ്നേഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അവൻ്റെ മരണത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയിരിക്കുന്നു. റോമാലേഖനം അധ്യായം 5 വാക്യം 5 പൗലോസ് പഠിപ്പിക്കുകയാണ്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ നമ്മെ എത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ചാലും അതിനൊരു പരിമിതിയുണ്ട്. ഭൂലോകത്തെ ഏറ്റവും നല്ല ആളുകൾക്ക് പോലും പൂർണ്ണമായി സ്നേഹിക്കാൻ സാധ്യമല്ല. കാരണം സ്നേഹം ദൈവമാണ്. യോഹന്നാൻ ഇപ്രകാരം എഴുതി, ദൈവം സ്നേഹമാണ്, സ്നേഹം ദൈവമാണ്. മനുഷ്യ സ്നേഹത്തിന് ഒരാളുടെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റുകയില്ല എന്നാണ് അതിനർത്ഥം. ദൈവത്തെ കൊണ്ട് നിറയുന്നതനുസരിച്ച്, ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുന്നതനുസരിച്ച്, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുന്നതനുസരിച്ചാണ് നാം ശാശ്വതമായ സമാധാനത്തിലേക്ക് വരിക. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞൊരു വാക്കാണ്, എനിക്ക് ദാഹിക്കുന്നു. ദാഹിക്കുന്നുവെന്ന് പറഞ്ഞ യേശുവിന് പടയാളികൾ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് കുടിക്കാൻ വെള്ളം കൊടുത്തെങ്കിലും അവിടെ നിന്ന് കുടിച്ചില്ല. എനിക്ക് ദാഹിക്കുന്നുവെന്ന് നിലവിളിക്കുകയും വെള്ളം കൊടുത്തിട്ട് കുടിക്കാതിരിക്കുകയും ചെയ്യുന്ന യേശുവിനെ നോക്കി വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം പറഞ്ഞു, യേശു ദാഹിച്ചത് വെള്ളത്തിന് വേണ്ടിയല്ല, മറിച്ച് തകർന്ന ഹൃദയങ്ങൾക്ക് വേണ്ടിയാണ്. മുറിവേറ്റ ഹൃദയം പെടഞ്ഞ ദുഃഖാർത്തരായ മനുഷ്യർക്ക് വേണ്ടിയാണ് യേശു ദാഹിക്കുന്നത്. അവരാഗ്രഹിക്കുന്ന സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ നൽകി അവരെ ആശ്വസിപ്പിക്കുവാനും സുഖപ്പെടുത്തുവാനുമാണ് ഈശോ വെമ്പൽ കൊള്ളുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന ചില രംഗങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗലീല കടൽത്തീരത്ത് നിന്ന് അവിടുന്ന് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർത്ത പത്രോസും അപ്പസ്തോല ഗണത്തിലെ പ്രമുഖരും യേശുവിൻ്റെ ഉത്ഥാന ശേഷവും അവിടുത്തോട് അവർ നൽകിയ സമർപ്പണത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ എന്ന വിധം മീൻ പിടിക്കാൻ പോകുന്ന രംഗം. അവർ രാത്രി മുഴുവനും അധ്വാനിച്ചു. തന്നിഷ്ടപ്രകാരം മീൻ പിടിക്കാൻ പോയവർക്ക് ഒന്നും ലഭിച്ചില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന ആ തത്വം യേശു സ്വീകരിക്കുന്നില്ല. മറിച്ച് തൻ്റെ
സന്നിധിയിൽ നിന്ന്, തൻ്റെ പദ്ധതിയിൽ നിന്ന് പുറത്തുപോയ അവരെ യേശു അന്വേഷിച്ച് ഇറങ്ങുന്ന ഹൃദയാവർജകമായ കാഴ്ചയാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ശിമയോൻ പത്രോസ് അവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. അവരുടെ തകർച്ചയിൽ സന്തോഷിക്കുവാനോ ആ തകർച്ച ചൂണ്ടിക്കാണിച്ച് തിരുത്തുവാനോ യേശു പരിശ്രമിക്കുന്നില്ല. പകരം യേശു എന്താണ് ചെയ്തത്? അടുത്ത വചനം 21-4 ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർ കഴിഞ്ഞില്ല. തന്നിഷ്ടം പോലെ മീൻപിടുത്തത്തിലേക്ക് തിരിച്ചുപോയ ശിഷ്യന്മാരെ അവർ തകർച്ചയുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് യേശു അവരോടുള്ള തൻ്റെ അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. കുഞ്ഞുമക്കളെ എന്നുള്ള വിളി തന്നെ അവരുടെ ഹൃദയങ്ങളെ ഏറെ സ്പർശിച്ചു. മീൻ പിടിക്കാൻ അവർ പോകരുതായിരുന്നു, എന്നിട്ടും അവർ പോയി. അക്കാര്യം പറഞ്ഞ് ശാസിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം മീൻപിടുത്തത്തിൽ ഒരത്ഭുതം തന്നെ പ്രവർത്തിച്ച് അവരുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം കിട്ടിയ മത്സ്യം മുഴുവനുമായി വളരെ പണിപ്പെട്ട് കരക്കിറങ്ങിയപ്പോൾ കണ്ടതെന്താണ്? 9-ാം വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്, കരക്കിറങ്ങിയപ്പോൾ കനൽ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. അവരുടെ കുറ്റബോധവും അതുളവാക്കിയ ആന്തരിക മുറിവുകളും ഒറ്റയടിക്ക് നീക്കാൻ തക്ക ഒരു പ്രതികരണമാണ് യേശുവിൽ നിന്നുണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ യേശു തന്നെ നേരത്തെ അപ്പം അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. മീൻ യേശു തന്നെ നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവർ കരക്കിറക്കുമ്പോൾ തന്നെ ഭക്ഷണം റെഡിയാകാൻ വേണ്ടി അവിടുന്ന് അത് പാചകം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരുവേ. അവരുടെ ആ മത്സ്യം പിടിക്കുന്ന പ്രവൃത്തിയെ യേശു അംഗീകരിക്കുന്നതിൻ്റെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും സൂചനയാണത്. ഞാൻ കൊണ്ടുവന്ന മത്സ്യം കഴിച്ചാൽ മതി എന്ന് പറയുന്നതിന് പകരം അവർ പിടിച്ച മത്സ്യത്തിൽ കുറച്ച് കൊണ്ടുവരാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അവർ വന്നപ്പോൾ യേശു 12-ാം വാക്യത്തിൽ പറയാണ്, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ഒരു പെറ്റമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ പോറ്റുന്ന മനോഭാവമാണ് യേശുവിടെ പ്രകടിപ്പിക്കുന്നത്. തുടർന്ന് 13-ാം വാക്യത്തിൽ വീണ്ടും പറയാണ്, യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. ഈ മുതിർന്ന പ്രായപൂർത്തിയായ തൻ്റെ ശിഷ്യന്മാർക്ക് എന്തുകൊണ്ട് അവർക്ക് തന്നെ ഭക്ഷണമെടുത്ത് കഴിച്ചുകൂടാ? എന്തായിരുന്നാലും യേശു തന്നെ അവർക്ക് വേണ്ടി തീ കൂട്ടി അപ്പം ചുട്ട് മീൻ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് അവർക്ക് എടുത്ത് കഴിച്ചുകൂടെ? എന്നാൽ സുവിശേഷകൻ യോഹന്നാൻ വിശദാംശങ്ങൾ പറയുകയാണ്, യേശു വന്ന് അപ്പമെടുത്ത് അവർ കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. പിഞ്ചു കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോൾ അമ്മ വായിൽ വച്ച് തീറ്റുന്ന രംഗം. ഇത്ര വലിയ ഒരു സ്നേഹത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ ശിഷ്യന്മാരോടാണ് ഈശോ
തുടർന്ന് അവരിൽ പ്രധാനിയോട് ചോദിക്കുന്നത് 15-ാം വാക്യം, അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ആ വാക്യത്തിൻ്റെ ഒറിജിനൽ ഗ്രീക്ക് വാക്കിനർത്ഥം ദൈവികമായ സ്നേഹത്താൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. അഗാപ്പെ എന്ന വാക്കാണ് ഈശോയോട് ഉപയോഗിച്ചിരിക്കുന്നത്. പത്രോസിൻ്റെ മറുപടി അതിനേക്കാൾ വളരെ താഴ്ന്ന ലെവലിലുള്ള സ്നേഹത്താൽ സ്നേഹിക്കുന്നു എന്നാണ്. പത്രോസ് ഉപയോഗിച്ച വാക്ക് ഫിലയോ, മാനുഷിക സ്നേഹത്താൽ, സഹോദര സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യവും ഈശോ ചോദിക്കുന്നുണ്ട്, അഗാപ്പെ, ദൈവിക സ്നേഹത്താൽ, ദൈവികമായ സ്നേഹത്തിൻ്റെ രീതിയിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിൻ്റെ നിസ്സഹായത 2 പ്രാവശ്യം ഏറ്റു പറയുന്നുണ്ട്. എനിക്ക് അങ്ങയെ സ്നേഹിക്കാൻ പറ്റും, പക്ഷേ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നീ എന്നെ ദൈവികമായ സ്നേഹത്താൽ സ്നേഹിക്കുന്നോ എന്ന് യേശു ചോദിക്കുമ്പോൾ പത്രോസ് കൊടുത്ത മറുപടി, ഞാൻ നിന്നെ സഹോദരപരമായ സ്നേഹത്താൽ അല്ലെങ്കിൽ മാനുഷികമായ സ്നേഹത്താൽ സ്നേഹിക്കുന്നു. 2 പ്രാവശ്യം യേശു ചോദിച്ചു. 2 പ്രാവശ്യം പത്രോസ് സാധിക്കാതെ ആയപ്പോൾ ഈശോ 3-ാമത്തെ ചോദ്യം ചോദിക്കുന്നത് അഗാപ്പെ എന്നല്ല, പത്രോസിൻ്റെ നിലവാരത്തിലേക്ക് താഴ്ന്നു വന്നുകൊണ്ട് ഈശോ ചോദിക്കുകയാണ്, സഹോദരപരമായ സ്നേഹത്താൽ എങ്കിലും നിനക്കെന്നെ സ്നേഹിക്കാൻ സാധിക്കുമോ? പത്രോസിന് അതേ സാധിക്കുകയുള്ളൂ എന്നറിഞ്ഞ ഈശോ പത്രോസിൻ്റെ സ്ഥാനം കുറയ്ക്കുന്നില്ല. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരവധിയായ ആന്തരിക പരുക്കുകളും ക്ഷതങ്ങളും മുറിവുകളും ഏറ്റവരാണ് നമ്മളെങ്കിലും ക്രിസ്തുവിന് നമ്മെ തൻ്റെ ദൈവമായ സ്നേഹം നിറച്ച് സുഖപ്പെടുത്താൻ സാധിക്കും. നമ്മെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനും അവിടത്തേക്ക് കഴിയും. അതിനാൽ ആന്തരിക മുറിവുകൾ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സ്വഭാവത്തിൽ ഇന്ന വൈകല്യങ്ങൾ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാതെ എല്ലാ ആന്തരികങ്ങളെയും ഉണക്കാൻ തക്ക സ്നേഹമാണ് യേശു എന്ന് മനസ്സിലാക്കി അവൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ കൊടുക്കുകയാണെങ്കിൽ സ്നേഹം വറ്റി വരണ്ടുണങ്ങിയ വയല് പോലെയായ നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ആ സ്നേഹം മുഴുവനും ഒഴുകി വന്ന് നമ്മെ സുഖപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, സമരിയാക്കാരുടെ സ്ത്രീയുടെ മുമ്പിലും മീൻ പിടിക്കാൻ തിബേരിയസ് കടലിലേക്ക് ഇറങ്ങിയ ശിഷ്യന്മാരുടെ മുമ്പിലും സ്നേഹത്തിൻ്റെ അവതാരമായി നിൽക്കുന്ന നിന്നെ ഞങ്ങൾ കണ്ട് ആരാധിക്കുന്നു. പാപജീവിതത്തിൻ്റെ വലിയ കുറ്റബോധത്തിൻ്റെ മുറിവുകളുമായി ഞങ്ങൾ നിന്നെ സമീപിക്കുന്നു. നിൻ്റെ ഹൃദയം നിറവേറ്റാതെ തന്നിഷ് നിറവേറ്റിയതിൻ്റെ പരാജയങ്ങളുടെ വേദനകളുമായി ഞങ്ങൾ നിന്നെ സമീപിക്കുന്നു. ഞങ്ങളോട് മനസ്സലിവുള്ള യേശുവേ, ഞങ്ങളുടെ പാപത്തിൻ്റെ മുറിവുകൾ നീ വച്ച് കെട്ടണമേ. വിവേകശൂന്യമായ ഞങ്ങളുടെ തീരുമാനങ്ങളുടെ ക്ഷതങ്ങൾ നീ സുഖപ്പെടുത്തണമേ. എല്ലാറ്റിനും പ്രതിവിധിയായിട്ടുള്ള നിൻ്റെ അനന്ത സ്നേഹം കൊണ്ട് ഞങ്ങളെ നീ മൂടണമേ. നിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ വീണ്ടും ജനിച്ച് പുത്തൻ ഉണർവോടുകൂടെ നിൻ്റെ ശുശ്രൂഷയിൽ പൂർവാപരി സമർപ്പണത്തോട് ആത്മാർത്ഥം കൂടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.